പ്രിയമുള്ളവരെ, കഴിഞ്ഞ 15 വർഷമായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ചൊല്ലാറുള്ള ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാവുന്ന ലളിതമായ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. ദിവ്യരക്ഷക, അനുദിനം കുരിശെടുത്ത് അങ്ങയുടെ പിന്നാലെ വരുവാൻ അവിടുന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങ് നടന്നു നീങ്ങിയ കാൽവരി യാത്രയിൽ ആത്മനാ പങ്കെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുരിശിൻ്റെ യാത്രയ്ക്ക് വേണ്ട ശക്തി ഞാൻ സംഭരിക്കട്ടെ. അങ്ങ് കാൽവരിയിൽ മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ജീവൻ നേടുകയായിരുന്നെന്ന് ഞാൻ എപ്പോഴും ഓർക്കട്ടെ. കാൽവരി യാത്രയിൽ ദിവ്യസുതനെ ചേർന്ന് അനുഗമിച്ച പരിശുദ്ധ അമ്മേ, വഴിതെറ്റാതെ രക്ഷകന്റെ കുരിശിൻ്റെ വഴിയിൽ എന്നും യാത്ര ചെയ്യാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. ഈശോയെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ തലയുയർത്തി നിൽക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ന്യായാസനത്തിങ്കൽ തല താഴ്ത്തി നിൽക്കുന്ന ദൈവം. നാഥ, ഞാനാണ് പാപം ചെയ്തവൻ, ഞാനാണ് ശിക്ഷാവിധിക്ക് അർഹൻ. അങ്ങൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങുകയല്ലേ. വിധിവാചകം കേൾക്കാൻ നിൽക്കുന്ന അങ്ങയുടെ ചിത്രം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് സ്വയം നൽകിയല്ലോ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ സ്നേഹിക്കാൻ കടപ്പെട്ടവർക്ക് വേണ്ടി ഞാനും സ്വയം അർപ്പിക്കട്ടെ. ത്യാഗമില്ലാതെ സ്നേഹമില്ലെന്നല്ലേ കുരിശും കാൽവരിയും എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അത് മറക്കാതിരിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം. ഈശോ കുരിശു വഹിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യൻ നിർമ്മിച്ച് ഏൽപ്പിച്ചു കൊടുത്ത കുരിശ്, എൻ്റെ പാപങ്ങൾ കൊണ്ട് തീർത്ത കുരിശ്, എത്ര സന്മനസ്സോടെയാണ് അങ്ങത് ചുമലിൽ പേറുന്നത്. കാൽവരി കണ്ടുകൊണ്ട് അങ്ങ് നീങ്ങുകയായി നിശബ്ദനായി. കർത്താവെ, എൻ്റെ പാപഭാരമാകുന്ന കുരിശ് എത്ര സന്തോഷത്തോടെയാണ് അങ്ങ് വഹിച്ചത്. എൻ്റെ ജീവിത ഭാരം ഏറ്റെടുക്കുമ്പോൾ ഞാൻ പിറുപിറുക്കുന്നു, നഷ്ടധൈര്യയാകുന്നു. പലപ്പോഴും നിരാശയോടെ പിന്തിരിയുന്നു. എൻ്റെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് പരിഹരിക്കണമേ. എൻ്റെ ജീവിത ദുഃഖങ്ങൾ കൊണ്ട് തീർത്ത കുരിശും പേറിക്കൊണ്ട് അങ്ങയോടൊപ്പമാണ് ഞാൻ കാൽവരി കയറുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കട്ടെ. അങ്ങനെ എൻ്റെ ഭാരം അങ്ങേ ഏൽപ്പിച്ചിട്ട് അങ്ങയിൽ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യാത്ര ആരംഭിച്ചതേയുള്ളൂ. അവിടുന്ന് തളർന്നു വീണു കഴിഞ്ഞു. അത്രമാത്രം ഭാരമുണ്ടാ കുരിശിന്, എൻ്റെ പാപങ്ങളുടെ ഭാരം. നാഥ, അങ്ങ് നിലം പതിച്ചപ്പോൾ ആരുമില്ലായിരുന്നു സഹായമരുളാനും സഹതപിക്കാനും. അങ്ങയുടെ പ്രമാണങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ടെങ്കിലും ജീവിതയാത്രയിൽ പലപ്പോഴും പാദങ്ങൾ പതറി ഞാൻ വീഴുന്നു. എന്നാൽ അങ്ങയെപ്പോലെ കുരിശിൻ്റെ വഴിയിൽ ഞാൻ ഏകനല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഭാരം താങ്ങുവാനും എൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങുവാനും എന്നെ കൈപിടിച്ച് നടത്തുവാനും അങ്ങൻ്റെ പക്കൽ ഓടിയെത്തുന്നു. എപ്പോഴും അങ്ങയെ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ. അങ്ങയുടെ ആശ്വാസവചനങ്ങൾ ശ്രവിക്കുവാൻ എൻ്റെ കാതുകൾക്ക് ശക്തി പകരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 4-ാം സ്ഥലം. ഈശോ അവിടുത്തെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി യാത്രയ്ക്കിടയിൽ ഒരു കൂടിക്കാഴ്ച. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുന്ന അമ്മയും മകനും. മകൻ്റെ വേദനയോർത്ത് കേഴുന്ന അമ്മ, അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മകൻ. നാഥ, അങ്ങയുടെ ദുഃഖങ്ങളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് അങ്ങയോടൊത്ത് കാൽവരി കയറുന്ന ആ അമ്മയുടെ ചിത്രം
ആഴമായി എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നെങ്കിൽ. കുരിശിൻ്റെ പാതയിൽ അങ്ങയോടൊപ്പം നടന്നു നീങ്ങാൻ ഞാൻ മടിച്ചു നിൽക്കുന്ന അവസരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ഭാരവും പരീക്ഷണങ്ങളും എന്നെ തളർത്തുമ്പോൾ അങ്ങ് നടന്ന കുരിശിൻ്റെ വഴി ഞാൻ മറക്കുന്നു. അങ്ങയെ ഞാൻ പഴിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വേദനയുടെ നടുക്കടലിലും അങ്ങയുടെ സന്നിധി അണഞ്ഞ് എന്നും ആശ്വാസം നേടാനുള്ള വിശ്വാസം എനിക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം. കുരിശു വഹിക്കാൻ ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവിടുന്ന് ക്ഷീണിതനായിരിക്കുന്നു. ഇനി എത്ര നേരം അവിടുന്ന് ഈ കുരിശ് ചുമക്കും? ജീവനോടെ അവിടുന്ന് കാൽവരിയിലെത്തിയില്ലെങ്കിലോ? യഹൂദന്മാർ ഒരപരിചിതനെ കണ്ടുപിടിച്ചു. കുരിശെടുക്കാൻ നിർബന്ധിതനായ ശിമിയോൻ മാത്രമോ ഇപ്പോൾ അങ്ങയെ സഹായിക്കാൻ? നാഥ, ഞാൻ ആ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അങ്ങയെ സഹായിക്കാൻ എത്തുമായിരുന്നു. എന്നാൽ ഞാൻ പലപ്പോഴും മറക്കുന്നൊരു സത്യമുണ്ട്. വേദനിക്കുന്ന എൻ്റെ സഹോദരങ്ങളിലൂടെ അങ്ങ് കാൽവരി യാത്ര തുടരുകയാണെന്ന സത്യം. അവരുടെ ജീവിതഭാരം താങ്ങുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ, അവരുടെ വേദന കാണുവാൻ ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ അങ്ങയെ തന്നെയാണ് ഞാൻ ആശ്വസിപ്പിക്കുന്നതെന്ന് ഓർത്തിരുന്നെങ്കിൽ. അങ്ങനെ സഹോദരനെ പ്രതിയുള്ള എൻ്റെ ത്യാഗത്തിൻ്റെ കുരിശുമായി അങ്ങയുടെ പിന്നാലെ എന്നും നടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ മുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ക്രൂശിക്കാൻ വിധിക്കപ്പെട്ടവൻ, സമൂഹത്തിൻ്റെ അവഹേളനം മാത്രം അർഹിക്കുന്നവൻ, അവനോട് സഹതപിക്കുകയോ? എന്നാൽ സ്നേഹത്തിൻ്റെ മാർഗത്തിൽ ഒന്നും തടസ്സമാകില്ല. വെറോനിക്ക, ഈശോയുടെ വേദനകൾ അവൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. തൻ്റെ തുവാല കൊണ്ട് ആ മുഖം തുടച്ചെടുക്കുകയായി. രക്ഷക, അങ്ങെനിക്കു വേണ്ടിയാണ് മുൾമുടി ഏറ്റുവാങ്ങിയതെന്നും അങ്ങയുടെ മുഖം വികൃതമാക്കിയതെന്നും ഞാൻ ഒരിക്കലും മറക്കാതിരുന്നെങ്കിൽ. മുൾമുടി അണിഞ്ഞ ആ ശിരസും മുറിവുകൾ നിറഞ്ഞ ആ മുഖവും എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത വിധം ഞാൻ ആഴമായി പതിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയമെന്നും പശ്ചാത്താപ വിവശമാകൂ. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ഞാൻ പ്രവർത്തന നിരതനാകും. നാഥ, അങ്ങ് വരണമേ. ഞാനിതാ എൻ്റെ ഹൃദയവാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം. ഈശോ രണ്ടാമതും വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ദീർഘമായ വഴി, ഭാരമേറിയ കുരിശ്, അവിടുന്ന് തളർന്നു കഴിഞ്ഞു. വീണ്ടും കുരിശോട് കൂടിയതാ അവിടുന്ന് നിലം പതിക്കുന്നു. നാഥ, അങ്ങ് തെളിച്ചു കാണിച്ച ജീവിതമാർഗത്തിലൂടെയാണ് ഞാനും യാത്ര ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ശരീരം ദുർബലമാകുന്നു. വിവേകരഹിതമായൊരു പെരുമാറ്റം, നിസ്സാരമെന്ന് ഞാൻ കരുതുന്ന ഒരു അവിശ്വസ്തത, അശ്രദ്ധമായൊരലംഭാവം, ഇതൊക്കെ മതി എന്നെ വീണ്ടും വീണ്ടും വീഴ്ത്തുവാൻ. രണ്ടാമതും വീണെങ്കിലും ഉടൻ ശക്തിയാർജിച്ച് എഴുന്നേൽക്കാൻ അങ്ങ് ഉത്സാഹിച്ചില്ലേ? കാൽവരി കണ്ടുകൊണ്ട് അങ്ങ് യാത്ര തുടർന്നതുപോലെ കുരിശിനെ പിന്തുടരുന്ന മഹത്വത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് തടസ്സങ്ങളെല്ലാം തരണം ചെയ്യുവാൻ എനിക്ക് ശക്തി പകർന്നു തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം. ഈശോ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി യാത്രക്കിടയിൽ വീണ്ടും ഒരു സഹതാപ പ്രകടനം കൂടി. അവിടുത്തെ നോക്കി കണ്ണീർ തൂകുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. എന്നാൽ
ഈശോ തൻ്റെ വേദനയെപ്പറ്റിയല്ല ഓർത്തത്. നാഥ, അങ്ങൻ്റെ ജീവിതം മുഴുവനും എൻ്റെ നിഗൂഢമായ ഹൃദയവിചാരങ്ങൾ പോലും കാണുന്നു. എൻ്റെ ആകുലതകളും ആശകളും ആകാംക്ഷകളും എല്ലാം അറിയുന്ന അങ്ങേക്ക് മാത്രമേ എൻ്റെ ജീവിതത്തെ വഴിപിടിച്ച് നടത്താൻ കഴിയൂ. എൻ്റെ ജീവിതം മുഴുവനും അങ്ങേ ഏൽപ്പിച്ചിട്ട് സഹോദരൻ്റെ ഭാരം താങ്ങുവാൻ ഞാൻ തയ്യാറാകുമ്പോഴേ എൻ്റെ ജീവിതത്തിൻ്റെ കയ്പ് മധുരമായി തീരുവെന്ന് അങ്ങനെ പഠിപ്പിക്കുകയല്ലേ. അങ്ങനെ സ്നേഹത്തിലൂടെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുവാനും അങ്ങയുടെ വഴിയിൽ നിന്ന് ഞാൻ പിന്തിരിയുമ്പോൾ അതോർത്ത് കരയുവാനും വേഗം അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചെത്തുവാനും എന്നെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടറുന്ന കാൽപാദങ്ങൾ. മുന്നോട്ട് നീങ്ങാനാകാത്ത വിധം അവിടുന്ന് തളർന്നു കഴിഞ്ഞു. 3-ാമത്തെ വീഴ്ച. ജോലി പൂർത്തിയാക്കാൻ തിടുക്കമുള്ള പടയാളികൾ. നാഥ, അങ്ങ് കാട്ടിത്തന്ന പാതയിലൂടെ നടന്നു നീങ്ങുവാൻ തീരുമാനമെടുത്താലും ഞാൻ ബലഹീനയാകുന്നു, വീഴുന്നു. പലപ്പോഴും നേരത്തെ വീണെടുത്തു തന്നെ. കാൽവരിയിലെ ബലിയും അതിനെ പിന്തുടരുന്ന മഹത്വവും അതൊന്നു മാത്രമല്ലേ കുരിശിൻ കീഴേ നിന്നും 3-ാമതും അങ്ങയെ എഴുന്നേൽപ്പിച്ചതും ക്ഷീണിതനെങ്കിലും കാൽവരിയിലേക്ക് നടത്തിയതും. എൻ്റെ വീഴ്ചകൾ എത്രയും വലുതാകട്ടെ, ഞാൻ നിരാശനാകരുത്. ഞാൻ എത്ര ദുർബലയാണെന്ന് അവ എന്നെ പഠിപ്പിക്കട്ടെ. വീണ്ടും വീണ്ടും എഴുന്നേൽക്കുവാനും അങ്ങനെക്കായി നേടിയ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ച കാൽവയ്പോടെ കാൽവരി വരെ അങ്ങയുടെ പിന്നാലെ നടന്നു വരുവാനും എനിക്ക് ആത്മധൈര്യം നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിനെ പുണരാൻ എല്ലാം ഉപേക്ഷിച്ചേ പറ്റൂ. ഇനി എന്തുണ്ട് അങ്ങേക്ക് സ്വന്തമായി? ഈ ഉടുപ്പ് മാത്രം. അങ്ങയുടെ പ്രിയമാതാവ് അങ്ങേക്കു വേണ്ടി തുന്നിയതാവാം അത്. അങ്ങ് മരണത്തിന് വിധിക്കപ്പെട്ടപ്പോഴേ പടയാളികൾ അതിൽ കണ്ണുവെച്ചതാണ്. നാഥ, എനിക്ക് കുരിശെടുക്കണമെന്നുണ്ട്, അങ്ങേ അനുഗമിക്കണമെന്നുണ്ട്. പക്ഷേ എല്ലാം ഉപേക്ഷിക്കുക അതെന്നെ ഭയപ്പെടുത്തുന്നു. എപ്പോഴും എന്തെങ്കിലും സ്വന്തമായി സൂക്ഷിക്കാനാണ് എൻ്റെ വ്യഗ്രത. എൻ്റെ സ്വാർത്ഥ മോഹങ്ങൾ അവ രഹസ്യമായി ഞാൻ സൂക്ഷിക്കുന്നു. ആരും കാണാതെ എൻ്റേതായി സൂക്ഷിക്കുന്നതെല്ലാം അങ്ങിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നവയാണ്. അവയെല്ലാം ഞാൻ ഉപേക്ഷിച്ചേ മതിയാകൂ. അത് മരണമാണ്, അങ്ങിൽ ജീവൻ പ്രാപിക്കാനുള്ള മരണം. നാഥ, അതാണ് ഏറ്റവും വിലയുറ്റതെന്ന് എന്നും ഓർക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അങ്ങേക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട കുരിശ്, എനിക്ക് വേണ്ടിയും നിർമ്മിക്കപ്പെട്ട കുരിശ്, എൻ്റെ രക്ഷയുടെ കുരിശ്, എൻ്റെ പാപമോചനത്തിൻ്റെ കുരിശ്. നാഥ, കാൽവരിയിൽ നിന്നും ലോകം മുഴുവനിലും മുഴങ്ങിയ ആ ചുറ്റികയടിയുടെ ശബ്ദം പാപമയമായ എൻ്റെ ഹൃദയത്തിലും പ്രതിധ്വനിച്ചിരുന്നെങ്കിൽ. എന്നും കുരിശെടുത്ത് അങ്ങയുടെ പിന്നാലെ വരാനല്ലേ അങ്ങ് ആഗ്രഹിക്കുന്നത്? എന്നും കാൽവരിയിലേക്ക്, എന്നും കുരിശിലേക്ക്. കയ്പും മധുരവുമുള്ള എൻ്റെ ജീവിതം, കുരിശുകൾ കൊണ്ട് തീർത്ത എൻ്റെ ജീവിതം, അതിലോരോ നിമിഷവും കാൽവരിയിൽ പിടയുന്ന അങ്ങയെ നോക്കി ജീവിക്കാനുള്ളതാണെന്ന് ഞാൻ ഓർത്തിരുന്നെങ്കിൽ, അപ്പോൾ നിരാശ പ്രത്യാശയായി മാറും, സന്താപം സന്തോഷമായി പടരും. ഞാൻ എന്നും കാൽവരിയിലേക്ക് നോക്കി കുരിശെടുത്താൽ എന്നും വഴിയിൽ അങ്ങയെ കണ്ടുമുട്ടും. കുരിശിൽ പിടയുന്ന അങ്ങയുടെ മുഖം എൻ്റെ കൺമുൻപിൽ നിന്നും ഒരിക്കലും മായാതിരിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
12-ാം സ്ഥലം, ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആദ്യ ദുഃഖവെള്ളി. ഇനി നിമിഷങ്ങൾ മാത്രം ആ ഹൃദയം നിശ്ചലമാകാൻ. ഈ ലോകം മുഴുവനെയും ഉൾക്കൊണ്ട ഹൃദയം, എല്ലാ വേദനകളും സ്വന്തമാക്കിയ ഹൃദയം. ആ ജീവിതം അവസാനിക്കുന്നത് ഇവിടെ ജീവൻ ആരംഭിക്കാനാണ്. ആ ഹൃദയ സ്പന്ദനം നിലയ്ക്കുന്നത് ഈ ലോകത്തിൻ്റെ സ്പന്ദനം നിലനിർത്താനാണ്. നാഥ, അങ്ങ് കുരിശിലേറിയത് എന്തിനെന്ന് ഞാൻ എപ്പോഴും ഓർത്തിരുന്നെങ്കിൽ. അങ്ങ് കാപട്യത്തെ ശപിച്ചു, സത്യം പറഞ്ഞു. അങ്ങ് നീതിക്ക് വേണ്ടി ശബ്ദിച്ചു, നന്മയ്ക്ക് വേണ്ടി ദാഹിച്ചു. അങ്ങ് സ്നേഹത്തെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു. ഇതെല്ലാം കൊടുത്ത് അങ്ങ് വാങ്ങിയതല്ലേ ഈ കുരിശ്? എനിക്കും ഇതെല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് കൊടുക്കേണ്ട വില എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ സ്വാർത്ഥനാകുമ്പോൾ, ഭീരുവാകുമ്പോൾ കുരിശിൻ്റെ വിജയകഥ ഞാൻ മറക്കുന്നു. ഒരിക്കലും നഷ്ടധൈര്യനാകാതെ സുവിശേഷ ദൗത്യം എൻ്റെ ജീവിതത്തിൽ സംവഹിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ലോകം മുഴുവനും ആ കുരിശിൻ കീഴെ പ്രണമിച്ചു നിൽക്കുകയാണ്. അത് വിജയത്തിൻ്റെ മഹത്തായ പ്രതീകമാണ്, ജീവൻ്റെ അച്ചാരമാണ്. ഈ മഹത്തായ സത്യം ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാൻ എനിക്കങ്ങയുടെ കൃപ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജനക്കൂട്ടം പിരിഞ്ഞു. പടയാളികളും ജോലി പൂർത്തിയാക്കി മടങ്ങി. വഴിയിൽ കണ്ടുമുട്ടിയ അമ്മയ്ക്ക് ഇപ്പോഴാണ് അവിടുത്തെ അടുത്ത് കാണാൻ കഴിഞ്ഞത്. ഈ മകൻ തൻ്റെ സ്വന്തമല്ലെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായ മകൻ ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ വെച്ച് ആദ്യമായി മകനെ മടിയിൽ കിടത്തിയത് അവൾ ഓർത്തു. പിതാവിൻ്റെ ദൗത്യം ഏറ്റുവാങ്ങി ലോകത്തിലേക്ക് വന്ന നിമിഷം, ഇന്നിപ്പോൾ ദൗത്യം പൂർത്തിയാക്കിയ നിമിഷം. പരിശുദ്ധാമ്മേ, ദുഃഖത്തിൻ്റെ പര്യായമായ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഴമളക്കുവാൻ ആർക്കാണ് കഴിയുക? അങ്ങയുടെ ദിവ്യസുധൻ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലി ഞാൻ പലപ്പോഴും നിഷ്ഫലമാക്കുന്നു. അപ്പോഴെല്ലാം അങ്ങൻ്റെ സഹായത്തിനെത്തണമേ. പാപിയെങ്കിലും ഞാനും അങ്ങയുടെ മകളല്ലേ. അങ്ങ് മാത്രമല്ലേ എൻ്റെ സങ്കേതം. തിരുക്കുമാരനെ മടിയിൽ ചേർത്തതുപോലെ പാപിയായ എന്നെയും ചേർക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാം അവസാനിച്ചു. ഇനി വിശ്രമം. അതിനും സ്വന്തമായൊരിടം അങ്ങേക്കില്ലല്ലോ. ഒരു സുഹൃത്തിൻ്റെ സന്മനസ്സാണ് അങ്ങയെ സഹായിച്ചത്. വലിയ കല്ലുരുട്ടി വെച്ച് ഭദ്രമാക്കിയ കല്ലറ, ശക്തമായ കാവലും അങ്ങയുടെ മൃതശരീരവും അവർക്ക് ഭയത്തിന് കാരണമായിരിക്കുന്നുവെന്നോ? നാഥ, ആ കല്ലറയിൽ എല്ലാം അവസാനിച്ചെന്നവർ കരുതി. ആ കല്ലറ അങ്ങയുടെ പരാജയത്തിൻ്റെ പര്യായമായി കരുതി ലോകം. നിത്യജീവൻ വാഗ്ദാനം ചെയ്തവൻ കല്ലറയിൽ അവസാനിക്കുകയോ? ലോകത്തിൻ്റെ പ്രകാശമെന്ന് അവകാശപ്പെട്ടവൻ കല്ലറയുടെ അന്ധകാരത്തിൽ വിലയിക്കുകയോ? ഒരിക്കലുമില്ലെന്ന് എനിക്കറിയാം. 3-ാം ദിവസം ശൂന്യമായ കല്ലറ ഭൂമിയുടെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. തിന്മയെ ജയിച്ച നന്മയുടെ പ്രതീകം. ദിവ്യരക്ഷക, അങ്ങയുടെ ശൂന്യമായ കല്ലറ എനിക്കെന്നും ധൈര്യമേകട്ടെ. പരാജയത്തിൽ എന്നെ കൈപിടിച്ചു നടത്തട്ടെ. നാളെ തീർച്ചയായും വരാനിരിക്കുന്ന വിജയത്തിലേക്ക്, എന്നെ കാത്തിരിക്കുന്ന മഹത്വത്തിലേക്ക്. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപനം. കുരിശിൻ്റെ വഴി. അതിൻ്റെ സമാപനം കാൽവരിയിലല്ല, മുദ്രവെച്ച കല്ലറയിലുമല്ല, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ്. ലോകജീവിതത്തിൻ്റെ വഴിയും കാൽവരി കയറി മഹത്വത്തിലേക്കാണെന്നും. മരണത്തെ ജയിച്ച ദിവ്യനാഥ, അങ്ങയുടെ ഉത്ഥാനം എൻ്റെ ജീവൻ്റെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങയുടെ കല്ലറ പൊട്ടിപ്പിളർന്നപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുകയായിരുന്നല്ലോ. പാപപങ്കിലമായ എൻ്റെ ജീവിതത്തെ എന്നും അങ്ങയോടുകൂടി ക്രൂശിലേറ്റുവാനും അങ്ങയുടെ പ്രസാദവരത്തിലൂടെ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എന്നും കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനും ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തിയും സമാധാനവും കൊണ്ട് എൻ്റെ ജീവിതത്തെ എന്നും സമ്പന്നമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.